Dear students, welcome to Learner's World. In this video, I am going to talk about a short story, Mutual Distraction by Dorothy Knox, FAUGP AC English Language Skill for Literatures, first semester, Calcutta University. Dorothy Knox, a Danish writer, she is known for her distinctive storytelling and literary style. Dorothy Knox ഒരു ഡാനിഷ് റൈറ്ററാണ്. അവരറിയപ്പെടുന്നത് അവരുടെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് അതുപോലെ ലിറ്റററി സ്റ്റൈലിലൊക്കെയാണ്. മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ ഈസ് എ ഷോർട്ട് സ്റ്റോറി ടേക്കൺ ഫ്രം കരാട്ടെ ചോപ്പ്. It is about exploration of a complex relationship between two men, Henrik and Morton, who are bound together by their shared passion for hunting and a grim pact. മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അത് കരാട്ടെ ചോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ. ഇതിൽ പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പാണ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഹെൻറിക്കും അതുപോലെ മോർട്ടനും തമ്മിലുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിൽ പറയുന്നത്. അവർ ഒരുമിച്ച് അവരുടെ ആ ഒരു പാഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഹണ്ടിങ് ആണ് അവരുടെ പാഷൻ. ആ ഒരു ഹണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള പാഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ ഇടയിൽ ഒരു പാക്റ്റ് ഉണ്ട്. പാക്റ്റ് മീൻസ് ഒരു ഉടമ്പടി ഉണ്ട്. അത് അവരുടെ ആ ഒരു ലോയൽറ്റീൻ്റെ പുറത്ത് അത് അവർ നിർവഹിക്കുന്നുണ്ട്. The story is narrated from Henrik's perspective as he watches Morton from a distance. അപ്പോൾ ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് ഹെൻറിക്കിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ്. ഹെൻറിക്ക് മോർട്ടനെ ഒരുപാട് ദൂരത്ത് നിന്ന് വീക്ഷിച്ചതിന് ശേഷമാണ് സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. The narrative begins with Henrik reflecting on his relationship with his friend Morton. അപ്പോൾ ഈ നരേറ്റീവ് തുടങ്ങുന്നത് ഹെൻറിക്ക് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള മോർട്ടനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ്. ഹി ഈസ് നൗ അലോൺ. ഹിസ് വൈഫ് ടീന ആൻഡ് ചിൽഡ്രൻ ഹാവ് ലെഫ്റ്റ് ഹിം. മോർട്ടൻ ഈസ് അക്കമ്പനീഡ് ഓൺലി ബൈ എ ഡാഷൻ എ ബ്രീഡ്. അപ്പോൾ മോർട്ടനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. മോർട്ടൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അതുപോലെ മോർട്ടന് ഇപ്പോൾ ഒരു ബ്രീഡ്, അതായത് ഒരു ഡോഗ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് എ ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് മാസ്കുലിൻ ഫ്രണ്ട്ഷിപ്പ് വേർ സപ്രസിങ് ഇമോഷൻസ് ഈസ് സീൻ ആസ് എ നെസസറി ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു സ്റ്റോറി റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു മാസ്കുലിൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറാണ്. മാസ്കുലിനിറ്റിൻ്റെ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറാണ് ഈ ഒരു സ്റ്റോറി റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു മാസ്കുലിനിറ്റിൻ്റെ ഒരു നെസസറി ആയിട്ടുള്ള ക്വാളിറ്റിയാണ് സപ്രസിങ് ഇമോഷൻസ്. അതായത് ആൺകുട്ടികളാണോ അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കരുത് എന്നുള്ള ഒരു സമൂഹത്തിലുള്ള ഒരു നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു മാസ്കുലിനിറ്റിൻ്റെ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് സപ്രസിങ് ഇമോഷൻസ്. ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കരുത്, നിങ്ങൾക്കറിയരുത് എന്നുള്ള ഒരു നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ആശയം. ഈ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ, മാസ്കുലിൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറാണ് ഈ ഒരു സ്റ്റോറിയിൽ ഡീൽ ചെയ്യുന്നത്. ദർ ഫ്രണ്ട്ഷിപ്പ് ഈസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ട്രഡീഷണൽ മാസ്കുലിൻ റോൾസ്, പർട്ടിക്കുലർലി ത്രൂ ഹണ്ടിങ്, which demands toughness, loyalty and readiness to face harsh realities. അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതായത് ഹെൻറിക്കും മോർട്ടനും തമ്മിലുള്ള അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ളത് ആ ഒരു ട്രഡീഷണൽ മാസ്കുലിൻ റോൾസിലാണ്. അതായത് ഹണ്ടിങ്ങിലൂടെയാണ് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആഴത്തിൽ നിലനിൽക്കുന്നത്. ഈ ഒരു ഹണ്ടിങ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ടഫ്നെസ്, ലോയൽറ്റി, അതുപോലെ റെഡിനെസ് ടു ഫേസ് ഹാർഷ് റിയാലിറ്റീസ്. അതായത് മാസ്കുലിൻ്റെ ക്വാളിറ്റീസാണ് മാസ്കുലിനിറ്റിനെ കാണിക്കുന്നത്. അവർ എപ്പോഴും ടഫായിരിക്കണം, ലോയൽറ്റി ഉണ്ടായിരിക്കണം, എന്ത് ഹാർഷ് റിയാലിറ്റീസും ഫേസ് ചെയ്യാനുള്ള ഒരു റെഡിനെസ്, തയ്യാറെടുപ്പായിരിക്കണം എന്നുള്ളതൊക്കെ. ബോത്ത് ഹെൻറിക് ആൻഡ് മോർട്ടൻ ഹാഡ് എ പാക്ട് ബിറ്റ്വീൻ ദം. അതായത് ഹെൻറിക്കിൻ്റെയും മോർട്ടൻ്റെയും ഇടയിൽ അവരുടെ ഒരു പാഷനായിരുന്നു ഹണ്ടിങ്. അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഒരു പാക്റ്റ് ഉണ്ടായിരുന്നു. പാക്റ്റ് മീൻസ് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു.
Whenever there is a need to kill any of the dog they have, the other person will do it. അതായത് അവരുടെ ഡോഗ്സിന് എന്തെങ്കിലും പ്രശ്നം, അതായത് എന്തെങ്കിലും രോഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്നുള്ള ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതർ പേഴ്സൺ വിൽ ഡു ഇറ്റ്. മറ്റുള്ള ആ ഒരു പാർട്ട്ണർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. മോർട്ടൻ ഓൺലി ഹാഡ് ടു കിൽ വൺ എമംഗ് ഹെൻറിക്സ് ഡോഗ്സ്. അപ്പോൾ ഹെൻറിക്കിൻ്റെ ഡോഗ്സുകളിൽ ഒന്ന് മാത്രമേ മോർട്ടൻ കില്ല് ചെയ്യുന്നുള്ളൂ. ബട്ട് ഹെൻറിക് ഹാഡ് ടു കിൽ 5 of മോർട്ടൻ ഡോഗ്സ്. മോർട്ടൻ്റെ ഡോഗ്സിൽ 5 ഡോഗ്സിനെ ഹെൻറിക്ക് കില്ല് ചെയ്യുന്നുണ്ട്. ദർ വാസ് എ ലാക്ക് ഓഫ് ബാലൻസ് ഇൻ ഇറ്റ് ബട്ട് സ്റ്റിൽ ദേ ഡു ഇറ്റ് ഔട്ട് ഓഫ് ലോയൽറ്റി. അവിടെ ഒരു ലാക്ക് ഓഫ് ബാലൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ലോയൽറ്റീൻ്റെ പുറത്ത്, ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവരിതൊക്കെ ചെയ്യുന്നത്. The pack too should each other's dogs represent a brutal masculine loyalty where emotional vulnerability is hidden behind act of violence. ഈ ഒരു പാക്റ്റ്, അതായത് ഈ ഒരു ഉടമ്പടി, അതായത് തൻ്റെ പാർട്ട്ണറിൻ്റെ ഡോഗിനെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാക്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ബ്രൂട്ടൽ മാസ്കുലിൻ ലോയൽറ്റിനെയാണ്. അവിടെ ഇമോഷണൽ വൾണറബിലിറ്റി ഒക്കെ അവിടെ ഹിഡൻ ആണ്. അവിടെ ആക്ട് ഓഫ് വയലൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഹെൻറിക് റിമെമ്പേഴ്സ് മോർട്ടൻസ് വൈഫ്, എ സ്ട്രോങ് willed intellectual woman whose ambitions and high standards often clashed with Morton's more സൂപ്പർഫിഷ്യൽ നേച്ചർ. പിന്നീട് ഹെൻറിക്ക് മോർട്ടൻ്റെ വൈഫിന് ടീനനെ കുറിച്ചിട്ട് ഓർക്കുകയാണ്. അവൾ വളരെ സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ഒരുപാട് അംബിഷൻസ് ഉള്ള, അതുപോലെ ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. ഈ ഒരു അംബിഷനും ഹൈ സ്റ്റാൻഡേർഡൊക്കെ മോർട്ടനിൽ നിന്ന് അവൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഷീ ബ്രോഡ് സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഇൻ ടു മോർട്ടൻസ് ലൈഫ്. ഇതൊക്കെ മോർട്ടൻ്റെ ലൈഫിൽ നിന്ന് അവൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. He tried to meet this standard as seen by giving his dogs refined names but couldn't succeed. അങ്ങനെ ഈ ഒരു അവളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർട്ടൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോഗ്സിൻ്റെ നെയിംസ് ഒന്ന് ചേഞ്ച് ചെയ്തു, പക്ഷേ അതൊന്നും സക്സസ് ആയില്ല എന്നാണ് പറയുന്നത്. ദ സ്ട്രെയിൻ ഓഫ് ട്രൈങ് ടു അലൈൻ വിത്ത് ഹെർ ഐഡിയൽസ് ലെഫ്റ്റ് മോർട്ടൻ ഫീലിംഗ് ഇനാഡ്വക്കേറ്റ് കോമ്പൗണ്ടഡ് ബൈ ഹെർ ഇവൻച്വൽ ഡിപ്പാർച്ചർ. അതായത് ഈ ഒരു ടീനയുടെ, അദ്ദേഹത്തിൻ്റെ വൈഫ് ടീനയുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ലേക്ക് എത്താൻ വേണ്ടിയിട്ട് മോർട്ടൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. അതിൽ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയൽസുമായിട്ട്, അതായത് ടീനയുടെ ഐഡിയൽസ് മോർട്ടൻ്റെ ആ ഒരു ഐഡിയൽസുമായിട്ട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്തു. പിന്നീട് ഈ ഒരു ടീന വിട്ടുപോയ ശേഷം കൂടുതൽ ഒരു ഇനാഡിക്വേറ്റ് ഫീൽ ചെയ്തു. തന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ളൊരു ഫീലിംഗ് വരാൻ തുടങ്ങി. The title Mutual Destruction reflects the destructive elements in Henrik and Morton's friendship. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി, ഈ ഒരു ടൈറ്റിൽ എന്തിനാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഒരു ഡിസ്ട്രക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. ഹെൻറിക്കിൻ്റെയും മോർട്ടൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു ഡിസ്ട്രക്റ്റീവ് എലമെൻറ്റ്സ്